ഇതിനാണ് ഫാസിസ്റ്റ് അതിക്രമം എന്ന് പറയുക. ഒരു സിനിമ അതും സെൻസർ ബോർഡ് അംഗീകരിച്ച് പുറത്തുവിട്ടൊരു സിനിമ അത് വീണ്ടും സെൻസർ ചെയ്യാൻ സൂപ്പർ സെൻസർ ബോർഡായിട്ട് RSS ഇപ്പൊ പ്രവർത്തിക്കുകയാണ്. എന്ത് ജനാധിപത്യം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുക? ഔദ്യോഗികമായ സെൻസർ ബോർഡ് ഉണ്ട്, അവരംഗീകരിച്ചൊരു സിനിമ, അതിന് മുകളിൽ ഇപ്പോ RSS രംഗങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുന്നു. അവരുടെ ഭീഷണിക്ക് വഴങ്ങി സിനിമയുടെ അണിയറ ശില്പികൾക്ക് അത് നീക്കേണ്ടി വരുന്നു. ഇപ്പൊ ഒരുതരം ഫാസിസ്റ്റ് അതിക്രമമാണ് നടക്കുന്നത്. അപ്പൊ അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധവും പ്രതിരോധവും എല്ലാം ഉയർന്നു വരണം. ഇക്കൂട്ടർ തന്നെയാണ് കേരള സ്റ്റോറി എന്ന അടിമുടി വ്യാജമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ സിനിമയെ പിന്തുണച്ചത്. അതിന്റെ പ്രദർശനം വ്യാപകമായി സംഘടിപ്പിച്ചവരാണ് ഇക്കൂട്ടർ എന്ന് ഓർക്കണം. എന്തൊരു കാപട്യവും ഇരട്ടത്താപ്പുമാണ് RSS കാണിക്കുന്നത്. ഒരു ഭാഗത്ത് അവരുടെ വർഗീയ പ്രൊപ്പഗാൻഡയ്ക്കുള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കുക, വസ്തുതകളെ വസ്തുതയായിട്ട് പറയുന്ന എമ്പുരാൻ പോലുള്ള സിനിമകൾക്കെതിരെ സെൻസർ ബോർഡിന് മുകളിൽ അവരുടെ കട്ടവർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇതിനെതിരായിട്ടുള്ള വലിയൊരു പൊതുജനാഭിപ്രായം ഇന്ന് ഉയർന്നു വരേണ്ടതുണ്ട്.